കോട്ടയം ഏറ്റുമാനൂരിൽ ആംബുലൻസ് കാറിലിടിച്ച് മറിഞ്ഞ് നഴ്സിന് ദാരുണാന്ത്യം. കട്ടപ്പന സ്വദേശി ജിതിൻ ആണ് മരിച്ചത്. പരിക്കേറ്റ രണ്ടുപേരെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ജോസി ബാബു, ജോസി, അതിദാരുണമായ അപകടം, നഴ്സിനടക്കം മരണം സംഭവിച്ചിരിക്കുന്നു. എന്താണ് ഉണ്ടായത് ജോസി? സൈഫുദ്ദീൻ, ഉച്ചയ്ക്ക് ശേഷം 2:30 ഈ ദാരുണമായ അപകടമുണ്ടായത്. ഇടുക്കിയിൽ നിന്നും രോഗിയുമായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് വന്ന ആംബുലൻസ് നിയന്ത്രണം നഷ്ടമായി എതിർദിശയിൽ വന്ന കാറിൽ ഇടിച്ച് മറിയുകയായിരുന്നു. 2 തവണ മറിയുകയും ചെയ്തു. ആംബുലൻസിന്റെ മുൻ സീറ്റിലിരുന്ന കട്ടപ്പന സ്വദേശിയായ ജിതിൻ എന്ന മെയിൽ നേഴ്സിനാണ് അന്ത്യം സംഭവിച്ചത്. അപകട സ്ഥലത്ത് വെച്ച് തന്നെ ജിതിന്റെ മരണം സംഭവിച്ചു. കൂടാതെ ആംബുലൻസ് ഡ്രൈവറായ ജിജോ, അതോടൊപ്പം തന്നെ സിനി, രോഗിയായി ആംബുലൻസിലുണ്ടായിരുന്ന തങ്കമ്മ എന്നിവരെയും പരിക്കുകളോടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. കാർ ഡ്രൈവർക്കും പരിക്കേറ്റിട്ടുണ്ട്. ഈ ആംബുലൻസ് ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം അപകട കാരണമെന്നാണ് പ്രാഥമികമായും പോലീസ് പറയുന്നത്. ഏറ്റുമാനൂർ പോലീസും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. കാഞ്ചാറിലുള്ള ആശുപത്രിയിൽ നിന്നും കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് തങ്കമ്മയെ നെഞ്ചുവേദനയെ തുടർന്ന് റെഫർ ചെയ്ത് ഇവിടേക്ക് കൊണ്ടുവരുമ്പോഴായിരുന്നു ഈ അപകടമുണ്ടായത്. ഉടൻ തന്നെ നാട്ടുകാർ ഇടപെട്ട് രക്ഷാപ്രവർത്തനത്തിനൊക്കെ മുൻകൈ എടുത്തെങ്കിലും 2 തവണ ആംബുലൻസ് തകിടം മറിഞ്ഞ് റോഡിൽ ഇടിച്ചു മറിഞ്ഞതിനാൽ ഗുരുതരമായ രീതിയിൽ ജിതിന് പരിക്കേറ്റിരുന്നു. ജിതിനെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് തന്നെ മരണം സംഭവിച്ചു. മറ്റ് 3 പേർക്കും പരിക്കേറ്റ 3 പേർക്കും പരിക്ക് സാരമുള്ളതല്ല. പക്ഷേ അവർ ഇപ്പോൾ നിരീക്ഷണത്തിൽ തുടരുകയാണ്. എന്തായാലും അവസരോചിതമായ ഇടപെടലിലൂടെയാണ് രക്ഷാപ്രവർത്തനത്തിൽ വേഗം നടത്തി ഈ ആംബുലൻസിനുള്ളിൽ കുടുങ്ങിയ ആളുകളെ പുറത്തെടുത്ത് വേഗത്തിൽ ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞത്. അതേസമയം നേഴ്സായിരുന്ന ജിതിന്റെ ജീവൻ നഷ്ടമായത് വലിയ സങ്കടകരമായ സംഭവമായി മാറുകയും ചെയ്തു.